നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡോറിന് പറ്റിയ ഒരു വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് പുറത്തു നിന്ന് അകത്തേക്ക് ആരും അറിയാതെ ഒരാൾ കയറുമ്പോൾ നമ്മുടെ ഡോറ് ഓട്ടോമാറ്റിക്കലി അലാറം ചെയ്യും. അത് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗെയ്സ്, അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഇതാ ഒരു ഹൈ വാൾട്ടും അതുപോലെ തന്നെ ഒരു കണക്ടറും പിന്നെ ഒരു ക്ലിപ്പ് വേണം, പിന്നെ കുറച്ച് സ്ക്രൂവും അതുപോലെ തന്നെ നെറ്റും ഒക്കെ വേണം. പിന്നെ ഇതാ ഒരു സിഗ്നലിന് വേണ്ടി ഒരു ലൈറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു അഡാപ്റ്ററല്ല ഒരു സംഭവം. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു അലാറവും വേണം, പിന്നെ ഒരു സ്വിച്ചും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബോർഡും. ഇനിയിപ്പോൾ ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. തന്നെ ഇതാ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുക. അതിനുശേഷം എന്താ നമ്മുടെ ഈ ഹൈ വാൾട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിനായിട്ട് ഇത് നമ്മളൊരു ടേപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിക്കറാണ് നമ്മളിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ എന്തോന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം എന്താ ഇതങ്ങ് നമ്മൾ ഉരിച്ചങ്ങ് മാറ്റുകയാണ് ഡബിളിൻ്റെ സ്റ്റിക്കറിൻ്റെ ടേപ്പ്. അതിനുശേഷം ഇതാ ഈ ഒരു ഹൈ വാൾട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അലാറം ഈ ഒരു ഏരിയയിലായിട്ട് വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ മറ്റൊരു ഡബിൾ സ്റ്റിക്കർ എടുത്ത് ഇതാ ഇവിടെ ഒട്ടിച്ചതിന് ശേഷം ഇതും എടുത്ത് കളഞ്ഞ് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് ഇവിടെ നമ്മൾ ഒട്ടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ക്ലിപ്പ് എടുക്കുക. ഈ ക്ലിപ്പിനകത്ത് കുറച്ച് സ്ക്രൂ നമുക്ക് വേണം. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്തൂടെ നമ്മൾ പുറത്തേക്ക് ഇതേപോലെ ഒരു സ്ക്രൂ ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. കാണാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ ഒരു മുട്ടലിലാണ് നമ്മുടെ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇനി ഒരു കാർഡും വെച്ച് കൊടുക്കണം. ഈ കാർഡ് ഡോറിൻ്റെ അകത്ത് കൊടുക്കും. ഈ ഡോർ ഇങ്ങനെ വലിയുമ്പോഴാണ് നമ്മുടെ ശബ്ദം കേൾക്കുന്നത്. അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാഷർ കൂടി ഇടണം. അതിനുശേഷം ഇതങ്ങ് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പുറത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് ലെവലിൽ വെക്കുക. ഇതിപ്പോൾ നമ്മുടെ ചരിഞ്ഞ് പോയിട്ടുണ്ട് ജസ്റ്റ്. ഇനിയിപ്പോൾ ഇത് നമുക്കിവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ അതിനായിട്ടൊരു ഡബിൾ സ്റ്റിക്കർ എടുക്കുക. അതിന് മുമ്പ് നമുക്കൊരു പരിപാടിയുണ്ട്. അങ്ങനെ നമ്മുടെ ചുമല LED ബൾബിൻ്റെ അകത്ത് നമ്മൾ 2 പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് നമ്മൾ 2 വയറും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് അങ്ങ് ഒട്ടിക്കാം. അതിനായിട്ടൊരു ചെറിയ ടേപ്പ് എടുത്ത് നമ്മൾ ഇവിടെ ഒട്ടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അലാറത്തിനടുത്ത് തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നമ്മളങ്ങനെ അതും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അലാറത്തിൻ്റെ റെഡ് വയറും നമ്മുടെ ലൈറ്റിൻ്റെ റെഡ് വയറും കൂടി നമ്മളങ്ങ് കണക്ട് ചെയ്യാണ്. കറക്റ്റായിട്ട് നമ്മൾ പിരിച്ച് എന്താ വെച്ചാൽ ടേപ്പിട്ട് ഒട്ടിക്കുക. ഇതിന് ശേഷം നമ്മുടെ ഇതുപോലത്തെ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ക്ലിപ്പിൻ്റെ അകത്ത് ആ ഒരു സ്ക്രൂവിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു സൈഡിലോട്ട് നമ്മൾ ഇതങ്ങ് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു നട്ടെടുത്ത് അതങ്ങ് ടൈറ്റ് ചെയ്യുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കണം. ഇത് പോവാതെ വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ അങ്ങ് ഒട്ടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ നട്ടിട്ട് അങ്ങ് നമ്മൾ മുറുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ടേപ്പും ഡബിൾ സ്റ്റിക്കറും ഒട്ടിച്ചിട്ട് ഇതേമാതിരി അങ്ങ് പ്രസ് ചെയ്ത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലൈറ്റിൻ്റെ അതുപോലെ തന്നെ കറുപ്പ് വയറും ഈ ബസറിൻ്റെ കറുപ്പ് വയറും കൂടി നമ്മൾ കണക്ട് ചെയ്യുക. നമ്മളങ്ങനെ അത് രണ്ടും കൂടി നല്ലപോലെ കണക്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു കണക്ടറിൻ്റെ നമ്മുടെ വയറും ഈ ബസറിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം കണക്ടറിൻ്റെ ബ്ലാക്കും ബസറിൻ്റെയും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ബ്ലാക്ക് വയറും ഒന്നിച്ചാക്കുക. അതിനുശേഷം നമ്മുടെ സ്വിച്ച് എടുക്കുക. സ്വിച്ചിൻ്റെ അകത്ത് 2 സൈഡിലും ഓരോ വയർ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്ലാക്ക് വയർ റെഡ് വയർ നമ്മുടെ കണക്ടറിൻ്റെ റെഡ് വയറുമായിട്ട് കണക്ട് ചെയ്യുക.
ഓക്കെ, അങ്ങനത്തെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് ശേഷം ഇനിയിപ്പോൾ അതാ നമ്മുടെ അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ ആ ഒരു ബ്ലാക്ക് വയർ നമ്മുടെ ഈ ഒരു ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ സ്വിച്ച് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് പ്രവർത്തനം ഇവിടെ വർക്കാണ്. ഇനിയിപ്പോൾ സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ ഒന്ന് പിടിപ്പിക്കാം. അപ്പോൾ സ്വിച്ച് ഇതാ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം പിടിപ്പിക്കാവുന്നതാണ് നല്ലത്. ഇത് നമ്മൾ കുറച്ച് വയറായിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാ നമ്മുടെ ഒരു കട്ടർ എടുത്തിട്ട് അതിനുശേഷം ഈ ഒരു സ്ക്രൂവിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു നട്ട് അങ്ങിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതായത് ഇവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്നൊരു ടേപ്പ് എടുക്കുക, ഡബിൾ ടേപ്പ് എടുക്കുക, അതിനുശേഷം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു കാർഡ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലും വർക്കാകത്തില്ല. കണ്ടോ, ഇത് കാണാം. ഞാൻ ഇപ്പോൾ ഏതായാലും ഇത് വെച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ കതവിന് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഇതെല്ലാം പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്കിത് കതവിൽ വെച്ചും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെടുത്ത് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും. അപ്പോൾ ഇത് കതവിൽ നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി ഈ ഒരു 2 ഡോറിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും ഡബിൾ സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ ഇതേമാതിരി ഒട്ടിക്കുകയാണ്. കുറച്ചും കൂടെ നീക്കി ഒട്ടിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ് ഇവിടെ എല്ലാം സെറ്റാക്കി ഇതുപോലെ ചുറ്റിയെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റൊരു ഡോറിലാണ് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു കാർഡ് സ്വിച്ച് ഇടുമ്പോൾ ഓണാവും. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് നമ്മൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി സ്വിച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണാം. അപ്പോൾ അത് ആരെങ്കിലും വന്ന് വെളിയിൽ നിന്ന് കതവ് ഇങ്ങനെ തെള്ളുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. അപ്പോൾ അവിടെ സൈറിനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ലൈറ്റും കത്തും. പിന്നെ ഓഫ് ചെയ്തിരുന്നെങ്കിൽ പെട്ടെന്ന് ഓഫ് ചെയ്യാം. പ്രവർത്തനം ഇനിയിപ്പം ഞാൻ കറക്റ്റായിട്ട് ഞാൻ വെളിയിൽ നിന്ന് അകത്തോട്ട് കയറിയ ആ ഒരു സീൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ഞാൻ വെളിയിലേക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്. ആരെങ്കിലും ഒരാൾ പുറത്തുനിന്ന് ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ട് പുറത്തുനിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് സൈഡിനും അതുപോലെ തന്നെ ലൈറ്റും കത്തും. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ബേജാറാകും. അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്നുകൂടി ആ ഒരു സീനൊന്ന് കാണുക, കറക്റ്റായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇവിടെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അങ്ങ് അടിച്ചു പിടിച്ചേക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏതായാലും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വീടുകളിൽ എല്ലാവർക്കും ഇത് ഉപകാരമുള്ള ഒരു ഐറ്റമാണ്. ആര് പുറത്തുനിന്ന് നിന്നും അകത്തേക്ക് കയറിയാലും ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കുന്ന ഒരു പ്രവർത്തനം. അപ്പോൾ ഇത് ഫുള്ളായി നിങ്ങൾ കണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത കിടിലം വീഡിയോ ഇതുപോലെയുള്ള കിടിലം വീഡിയോ കണ്ടുകൊണ്ടുവന്നവരെ എല്ലാവർക്കും ബൈ.